ഹേയ് ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഒരു വണ്ടി നിറയെ ടീമുകളുമായി സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ബോട്ടിൽ ആലപ്പുഴയിലോട്ട് പോകാൻ പോവാണ്. ഇത് ബോട്ടല്ല, ഇത് ഏഞ്ചലാണ്. എടി എങ്ങോട്ടടി പോണ നമ്മള് തീരുമാനിക്കണ പോലെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. കടമക്കുടി പോകാം, അല്ലെങ്കിൽ നമുക്ക് ആലപ്പുഴ പോകാം. നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. നിന്റെ കെട്ടിയോ ഇവിടെ രാത്രി വന്നിട്ട് പിന്നെ അനന്തന്റെ വീടിന്റെ തൊട്ടിപ്പാത്താണ് നമ്മൾ നിന്ന സ്ഥലം കേട്ടാ. രാവിലെ അവൻ പുട്ട് തിന്നാൻ വീട്ടിൽ പോയിരുന്നു. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് ആദ്യം കൊണ്ടടി വീട്ടിൽ പോയിട്ട് അനന്തപുരം എടുക്കണം. വണ്ടി ഇട്ട് 100 മീറ്റർ അപ്പുറത്താണ് നമ്മള് ബോട്ട്. ആണാ? ഓ, എന്തടി ലിപ്സ്റ്റിക് എവിടെ? ആര്? അമ്മുന്റെ? സുഹൃത്തുക്കൾ, അതിന്റെ ഇടയിൽ ബ്ലഷ് ഒക്കെ ഇട്ടു എന്നൊക്കെ നമ്മളൊന്നും അറിയണില്ലേ. എന്താണ് അമ്മു ഇത്? വാട്ട് ഈസ് ദിസ്? ആണല്ലേടാ? ഞാൻ നോക്കിയ വർഷ സൈഡിൽ ഇരുന്ന് എന്നൊക്കെ കാണിക്കണം. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്കിനി അങ്ങോട്ട് അനന്തുവിന്റെ വീട്ടിലോട്ട് പോവാം. തൊട്ടപ്പുറത്ത് സുഹൃത്തുക്കളെ അനന്തുവിന്റെ സിംഹം. പെട്ടെന്ന് പോവാ ചേട്ടാ. എടി പോവാടി, ഫ്രാൻസിലെ വർക്ക്ഷോപ്പിൽ നിക്കണ പെണ്ണെ. പോവാം ഗൈസ്. അനന്തുവിനെ പിക്ക് ചെയ്യാനായി നമ്മൾ വന്നു. അനന്തുവിനെ പിക്ക് ചെയ്തു. അളിയാ എടാ, നമ്മളപ്പോ എങ്ങോട്ട് പോണ? നമ്മൾ പെരുമ്പളം വഴി ആലപ്പുഴ പോവാം. ഓ, ബോട്ടിലല്ലേ? അടിപൊളി ഗൈസ്. ഇവന്റെ കൂട്ടുകാരന്റെ ബോട്ടാണല്ലേടാ? ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ബോട്ടിന് ഷെയ്ഡ് വല്ലതും ഉണ്ടാടാ? ഉണ്ടല്ലേ? അപ്പൊ ചില്ലടിച്ച് പോവാം ഗൈസ്. അയ്യടാ, ക്യൂട്ട്നെസ് ഒക്കെ അവളങ്ങ് വാരി വെതറി. കണ്ണമ്പ്രോ, ഈ ക്യൂട്ട്നെസ് ഒക്കെ കണ്ണമ്പ്രോ എന്ത് ചെയ്യും? ഞാനിത് ഒരു കുപ്പിയിലും സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് കുറച്ചും വിൽക്കല്ലേ? എന്തോന്ന് ആ രഹസ്യം. അതെ, ഞങ്ങളോടൊപ്പം മണ്ണോട് അടിക്കുന്ന സുഹൃത്തുക്കളെ, അമ്മുവിന്റെ ഒരു നിഗുണ്ടമായ രഹസ്യമാണത്. പക്ഷേ ഇവിടെ ജാമ്പയ്ക്ക ഉണ്ട് കേട്ടാ. ഓക്കെ, ഇനി നമ്മള് ബോട്ട് ജെട്ടിയിലോട്ട് പോവാണ് ഗൈസ്. ജെട്ടിയില് വണ്ടി ഇട്ടിട്ട് നമ്മള് ബോട്ടിൽ കയറി പോകും. അനന്തുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ കായലാണ് കേട്ടാ. ഈ വീട്ടിലേക്കാണ് അനന്തു നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് പേരെന്തായിരുന്നു? അമൽ. നൈസ് ടു മീറ്റ് യു. ഇതാരാ ഇവിടെ ഒരു ഇഞ്ചൂട്ട നിക്കുന്നത്? ആ കണ്ടാ, അവൻ പറഞ്ഞു. ഓഹ് എടാ, നമ്മള് പുഴുങ്ങോടാ? കാറ്റുണ്ടല്ലേ? ഷെയ്ഡുള്ള ബോട്ടാണെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ. ഓപ്പൺ ചെയ്ത് അമ്മ, നല്ല ചൂട് ഗൈസ്. ആ വരുന്നതാണ് നമ്മുടെ ബോട്ട് കേട്ടോ. പക്ഷെ ഇതിന് ഞാൻ ഷെയ്ഡ് ഒന്നും കാണുന്നില്ല. ഷെയ്ഡ് കാണുമായിരിക്കും അല്ലേ? ഈശ്വര, ഷെയ്ഡില്ലെങ്കിൽ കരിയും കേട്ടോ നമ്മള്. അത് എഞ്ചിനാണടി അത്. ആണാ? നിനക്ക് ബോട്ട് കച്ചവടമായിരുന്നു നേരത്തെ പണി? ആണല്ലേ? ഷെയ്ഡ് കാണും ഗൈസ്. ഇതാണ് ഇവിടത്തെ ബോട്ട് ജെട്ടി. ചേട്ടന്മാരൊക്കെ ചില്ലി എന്നോട്. ഹലോ ഗൈസ്. ഹലോ ബ്രോ, മച്ചാനെ ഷെയ്ഡ് ഉണ്ടോ? ഉണ്ടല്ലേ? ആ ഓക്കെ, രക്ഷപ്പെട്ട്. ആ ഓക്കെ. ഓ, ഇറങ്ങാം. നീ ലേറ്റ് ആക്കണ്ട. എന്താടി ഒരു ഇളിഞ്ഞ ചിരി. സുഹൃത്തുക്കളെ, ഒരുപാട് കൊക്കുകളൊക്കെ ഇരിക്കുന്നു ഇവിടെ, കണ്ടോ? അതാണ്. താങ്ക് യു. സന്തോഷം. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ബോട്ട്. വൂൾവറീൻ എന്നാണ് ബോട്ടിന്റെ പേര്. ഡെഡ് പൂളും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് അടി ഉണ്ടാക്കായിരുന്നു അവിടെ കിടന്നു. ഈശ്വരാ കാത്തോണ്ണേ. എടി, ഇന്നത്തെ മൊത്തം കാര്യം നിന്റെ ഐശ്വര്യത്തിന്റെ പേരിലാണ് ഇരിക്കണത്. ആണല്ലേ? ആയിക്കോട്ടെ. ഇനി ഓരോരുത്തരായിട്ട് കയറിക്കോളൂ. മച്ചാനെ, ഏറ്റവും വെയിൽ കുറച്ചടിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കാൻ. നമുക്ക് നടുക്കിരിക്കാം. ഓക്കെ, അമ്മു കയറി. കണ്ണമ്പ്രോ ഡ്രസ് ഷോപ്പിംഗ് കഴിഞ്ഞു വരെയാണ്. ഉണ്ടവനെ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബോട്ടിന്റെ ഡാഷ്. ഇവിടെ നല്ല രസമുള്ള സ്റ്റിയറിംഗ് വീലല്ലേ, കാണാൻ നല്ല ഭംഗി. ഇതാണ് ആക്സിലേറ്റർ ആണെന്നാണ് എന്റെ വിശ്വാസം. അത് പൊളിക്കും നമ്മളത്. ഞങ്ങൾ പതുക്കെ ജെട്ടി വിട്ട്. പേടിപ്പിക്കല്ലേ, അവനറിയാം. സുഹൃത്തുക്കളെ, പതുക്കെ ഞങ്ങൾ ജട്ടി വിട്ട് അകലുകയാണ്. ഇനി ജട്ടി വിട്ടല്ല, ജട്ടി വിട്ട്. ആഹാ, നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തെ പ്രണയിച്ചവരാണ് സുഹൃത്തുക്കളെ. അത്രേ ഉള്ളു. അടിപൊളി കേട്ടാ. എടാ, എത്ര രൂപ അവിടെ ഇങ്ങനെ ഒരു ബോട്ടിന്? ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിയിടാം, ഫ്രണ്ടിലത്തെ കുളത്തിൽ കെട്ടിയിടാം. ബാലൻസ് ചെയ്യണോ? ശരണ്യാണ് ഇതിനൊക്കെ കാരണക്കാരി. അവളെ എടുത്ത്
സെറ്റായോ? എന്റെ മോനെ പൊളിച്ച് ഡ്രൈവറില്ലാതെ വണ്ടിയൊക്കെ പോണെന്ന്. ആഹാ രസമുണ്ടല്ലേ, നല്ല ഫീലടാ. നല്ല രസമുണ്ട് കൈസ്, നല്ല വൈബ് കേട്ടോ. ചൂടറിയല്ല കേട്ടോ കൈസ് ഇതിനകത്തിരുന്നപ്പോ. ബ്രോ എവിടെ പോണ്? അനന്ത് നീ ഓടിക്കാൻ പോകണ? ഓ മൈ ഗോഡ്, അയ്യോ ചരിഞ്ഞ്. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനന്ത് വെളിയ വണ്ടി ഓടിക്കുകയാണ്. തകർക്കും നമ്മളിന്ന്. ആ ഓ നിനക്ക് നീന്താ അറിയാലോ ഇപ്പൊ. എന്താടി നേരെ ഇവിടുന്ന് ആലപ്പുഴയിലോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അളിയനെ മാറ്റി എന്നിട്ട് പ്രോ ഡ്രൈവർ വന്ന് പിടിച്ചിരുന്നോ അവിടെ പിടിച്ചോ. എന്താടി കൊച്ചി പാലമാണ് സുഹൃത്തുക്കളെ. നിങ്ങളിപ്പോ നമ്മുടെ എവിടെ? അരൂര് പാലം. ഓ ചീനിമല അവിടെ ആയിട്ട് വരും അല്ലേ? ആ മഴവിൽ മനോരമ. ഈ കാണുന്നതാണ് അരൂര് പാലം കേട്ടാ. ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് മഴവിൽ മനോരമ, അതിന്റെ തൊട്ട സൈഡിലാണ് ചീനിമലയൊക്കെ നമ്മൾ നിൽക്കണത്. ഓ ഗൈസ്, ഇവിടെ ഈ ഇത് മറ്റേ ട്രെയിൻ പോണ പാലമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്താണ് ബസ്സൊക്കെ പോണത്. ഭയങ്കര രസം കേട്ടോ. ആ പണി നടക്കണത് ഇങ്ങനെയാണ്. അപ്പൊ അരൂര് റെയിൽ പാലത്തിന്റെ അടിഭാഗം, അത് അരൂര് മറ്റേ നമ്മുടെ ബസ്സൊക്കെ പോണ കാറൊക്കെ പോണ പാലം. അടിപ്പാലം ഇതാണ്ട ഗൈസ്. ഓഹോ, മഴവിൽ മനോരമ കണ്ട അവിടെ. ഇത് ചീനിമലയാണ് ഗൈസ്. ഇതാണ് ചീനിമല. നല്ല രസമുണ്ടല്ലേ ചീനിമല കണ്ട? അതാണ് ചീനിമല. ഇതാ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സ്വന്തം അരൂരിന്റെ അഭിമാനമായ മഴവിൽ മനോരമയുടെ സൈഡിലുള്ള ചീനിമല ഹോം സ്റ്റേ. പൊളിച്ച് കേട്ടാ. ബോട്ട് ചെറുതായിട്ട് ചെരിയുന്നുണ്ട്. അത് കൊള്ളാല്ലേ? ആ ചരിച്ചതാണ്. ഇവൻ പ്രോയാണ്. പെരുമ്പടം പാലം. പുതിയ പാലം. ഇതാണ് പെരുമ്പടം പുതിയ പാലം. ഓ മെഞ്ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളല്ലേ? ഹായ്, നല്ല പാലം ഗൈസ്. അപ്പൊ ഇതാണ് പുതിയതായിട്ട് തുറന്ന പാലം കേട്ടാ. അപ്പം ശരണ്യയുടെ നോളജ് പ്രകാരം ഈ കാണുന്നത് ഒരു ഐലൻഡ് ആയിരുന്നു. ഇപ്പൊ ഐലൻഡ് ആണ്. ഓ ഇത് അപ്പൊ ഇത് ഐലൻഡ് ആണ് ഗൈസ്. അപ്പൊ ഇതുവരെ ബോട്ട് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പാലം വന്നപ്പോഴത്തേക്ക് ഐലൻഡ് കണക്റ്റഡ് ആയി അല്ലേ? പെരുമ്പളം നല്ല പാലം ഗൈസ്, ഭംഗിയുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, പാലത്തിന്റെ എക്സ്ക്ലൂസീവ് ഫുട്ടേജ് ഇവിടെ നിന്നുള്ള നല്ല ഭംഗിയുണ്ട്. സൈഡിലെ കേട്ടാ പാലത്തിന്റെ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിരിക്കുകയാണ് കേട്ടാ. ഹലോ ചേച്ചി, ടാറ്റ തന്നില്ല എനിക്ക് ഗൈസ്. ഓക്കെ നമുക്ക് ആരൊക്കെ ടാറ്റ തരുന്നു? ടാറ്റ തരുമോ? ടാറ്റ ഇല്ലേ? ടാറ്റ ആരെങ്കിലും ഒക്കെ താട പുളിപ്പിക്കാതെ ഞാൻ എന്നാ ഗൈസ്. ഓഹോ, ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ തീർന്നു കേട്ടാ. നമ്മള് പഴുകും ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ. ശരണിക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്റ്റോപ്പാണ് സുഹൃത്തുക്കളെ. ഇതൊരു തുരുത്താണ് കേട്ടോ, ഒരു കുഞ്ഞ ഐലൻഡ്. എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ വാങ്ങണമെങ്കിൽ എത്ര രൂപ ആവുമല്ലോ? ഇവിടെയൊക്കെ വാങ്ങിയിട്ട് ഒരു എയർബിഎൻബി അടിച്ചു കൊടുക്കണമെങ്കിൽ പൊളിക്കും. അതുകൊണ്ട് അവിടെ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് എനിക്ക് ടൂറിസ്റ്റുകളെ കാണിക്കാൻ കൊണ്ടുപോകണമായിരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള നേച്ചർ കേട്ടോ അവിടെ. ഹായ്, നല്ല രസമല്ലേ അത് കാണാൻ? ഇങ്ങനത്തെ എന്ത് രസമുള്ള തുരുത്തത്. ആ സത്യം, ഇവിടെ കൊണ്ട് വെച്ചാണെങ്കിൽ ഇരിക്കണല്ലേ. ആഹാ
ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം. എടാ ഇത് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരണേടാ അവരാ. അയ്യോ എന്ത് പറ്റി ചേട്ടാ? അത് എടുത്തു തരാനാ? ഓ ഇത് അവരെന്ന് പോയി കേട്ടാ, അത് എടുക്കാൻ വേണ്ടിട്ടാണ്. അതിന്റെ അകത്ത് ടൂറിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്ന കേട്ടാ. അതിന്റെ അകത്ത് ഒരു ചേച്ചിമാര് ഡാൻസ് കളിക്കുന്നു. ഹലോ ആ ടാറ്റ കിട്ടി നമുക്ക്. ഓ ചേട്ടാ ആലപ്പുഴ പോയെ നേരെ പോയാ മതി. ഐലൻഡിൽ ഇറങ്ങണാന്ന് അളിയ. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ആ എടാ ഇവിടെ ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്നറാ. ഇവിടെ പിടിച്ചാ മതി ഒന്ന്. നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ എടാ അത് പൊളിച്ച് കേട്ടാ ഗൈസ്. നമ്മൾ കണ്ട തുരുത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അത് പൊളിക്കും നമ്മൾ. ഞങ്ങളുടെ ബോട്ടും ഇവരെ വള്ളമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഇനി നമ്മൾ അതെ ബ്ലൂടൂത്ത് കണക്ഷൻ സക്സസ്ഫുൾ. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങി രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓൺ ദ വേ പോവാം. കലക്കി കേട്ടാ സുഹൃത്തുക്കളെ. ബോട്ടിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്ഷൻ വഴി ഞങ്ങൾ ഇപ്പുറത്തെ വള്ളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ചേട്ടാ ഈ അയില് ഈ 5 തുരുത്തല്ലേ? സെന്റ് മേരീസ് ഐലൻഡ് ആണ് ഇത്. ഓ ഓഹോ ഇത് മുത്തൂറ്റ് കോഫി റിസോർട്ട് 650 കോടി പൊളിച്ചു എല്ലാം പൊളിച്ചു. ഒയ്യോ അത് ചേട്ടാ പൊളിച്ചു കളഞ്ഞു ആണല്ലേ? അടിപൊളി. ശ്രദ്ധിച്ചോ. നമ്മൾ ഇവരുടെ കൂടെ ടൂറിസ്റ്റുകളായിരിക്കാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ എവിടെന്നാ വരുന്നേ? തൃശ്ശൂരോ? നിങ്ങൾ എന്ത് ഗ്രൂപ്പാ? എന്ത് സംഘമാ? സാന്ത്വന സംഘം. അപ്പൊ എങ്ങനെ നിങ്ങൾ കൂട്ടായ്മ പോലെയാണോ? എന്ത് കൂട്ടായ്മയാ? നമ്മുടെ പള്ളിയുടെ ക്രിസ്ത്യൻസ് ആണ്. അടിപൊളി. സന്തോഷായിട്ടല്ലേ കണ്ടേല്. ഞങ്ങള് ഇവിടെ കൊച്ചിയില്. ചേച്ചി എന്നെ വളരെ സസ്പീഷ്യസ് ആയി നോക്കുന്നു. ആ ആളാണ്. ആണാണ്. നുണ പറയുന്ന എന്തിനാ? ഞാൻ സത്യം പാപ്പുവ. സന്തോഷം ചേച്ചി. ഇതെന്താ ഇത്? വർഷേ എന്തു അടി പറയണത്? ആ എടി ഇതെന്ത് ചെടിയാണിത്? ഇത് കൊളക്കേഷ്യസ് വാഴേഷ്യസ് എന്ന്. ഇത് നമ്മളാ വഴി പോവൂലേ എറണാകുളത്ത്? ഓ നിറയെ സൈഡിൽ നിൽക്കണ ഓറഞ്ച് പൂവ്, അതിന്റെ ചെടി. സുഹൃത്തുക്കളെ ഇത് എറണാകുളത്തെ വഴി കൂടെ പോകുമ്പോൾ ഓറഞ്ച് ചെടി. ഓ പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ വെയിലും കുളിർ കാറ്റും മാരോടും മലർക്കാവും. അയ്യോ എമ്പക്കം വന്നു. സുഹൃത്തുക്കളെ ആ ചേട്ടൻ പറഞ്ഞൊരു ഹെലിപാഡെന്ന് പറഞ്ഞ ഇത് ഹെലിപാഡെന്നൊന്നും പറയാൻ പറ്റൂല. ഇതാണാടി ഇതിന്റെ ഹെലിപാഡ്. തൃശ്ശൂരുകാരാണ്. സൂവിന്റെ അടുത്തല്ലേ? ഏതാ പള്ളി? പൊന്നൂക്കര. അടിപൊളി. ഇതെന്താ നിക്കണേന്നറിയാവോ? ഞങ്ങൾക്ക് പറഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചതാ. അതല്ല ഏട്ടാ ഇത് ഈ ഉണ്ട. ഓ ഹട്ട് റെഡിയാക്കാനായിട്ടായിരുന്നല്ലേ? ഓ നേവിയുടെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുമായിരുന്നു ആണല്ലേ? ഓക്കെ ആണല്ലേ? ഭാഗി 2 ആണല്ലേ? അതെ യൂട്യൂബിലൊക്കെ ഉണ്ട്. താങ്ക് യു ചേച്ചി. ശരി. അയ്യോ സുഹൃത്തുക്കളെ അമ്മു നീ എവിടെ പോണ്ടി? ആന്റി പറ നീ ഏതാടി ഊളേന്ന്.
ചിരിക്കുമ്പോ ഏത് ഇവിടെ ഈ ഏരിയ ആണാ 5 തുരുത്തം എന്നാണ് ഈ ഏരിയ അറിയപ്പെടുന്നത്. 5 തുരുത്ത് അല്ലേ? ഇങ്ങനെ പാല ഓപ്പണിംഗ് ഏരിയ ഐലൻഡ് ഓക്കെ ഓക്കെ ഏട്ടാ, നല്ല കണ്ടുപരിചയം ഉണ്ടല്ലേ. താങ്ക് യു. ആ ശരി നടക്കട്ടെ. എന്താടി എടാ നീ ആ സീരിയലിന്റെ പേരെന്ന് പറഞ്ഞു നോക്കിയാണ് ഇപ്പൊ. ഓ വേണ്ട പുഴുകും. അമ്മു അവരുടെ കൂടെ പോയി. നിനക്ക് കേറണോ? ബാ പൊടി കൊച്ചിനെ കൂടെ ഒന്ന് മേളിലോട്ട് വലിച്ചു കയറ്റുമോ? ഫോണിങ്ങതാ. ഓമ്പോ ലൈറ്റ് വെയിറ്റ്. ടാറ്റാ. നോക്കിക്കോണ്ടേ ഇവർ രണ്ടുപേരും വെള്ളത്തിൽ ചാടും. ആണാ? അടിപൊളി. ആഹാ അടിപൊളി. അതെ അതെ. ഓരോരുത്തരായിട്ട് അറിഞ്ഞു വരുന്നേ ഉള്ളു. സന്തോഷം ചേച്ചിമാർ എല്ലാവരെയും കണ്ടതില്. ആ ശരി കേട്ടോ, ശരി ശരി. നിങ്ങളെ ഞാൻ ഈ ചേച്ചിമാരുടെ ഫോട്ടോ എടുക്കുകയാണ്. ഇവരൊക്കെ തൃശ്ശൂർ എന്നുള്ളതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ചേച്ചി. ആരാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത്? അങ്ങോട്ട് നോക്ക്. ആരൊക്കെ ബമ്പർച്ചിരി കാണാറുണ്ട്? ആണോ? ഓ എല്ലാരും കാണാറുണ്ടോ? ഓ എനിക്ക് വയ്യ. അടിപൊളി. വണ്ണം വെച്ചല്ലേ? താങ്ക് യു ചേച്ചി. മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ. എന്താ കല്യാണം കഴിയുമ്പോ തടി വെക്കുവോ? അതെന്താ? നല്ല വിരുന്ന് ആണാണ്. വിരുന്നിനൊക്കെ നല്ല കയറ്റായിരുന്നു. പക്ഷേ നമ്മള് വിരുന്നിന് തടി വെച്ചാണെന്ന്. ആ ഇതാണ് ഭാര്യ കേട്ടാ, വർഷ. നീ ഇന്നലെ കമന്റ് വന്ന മറന്നുപോയാ? ഓക്കെ. ആ ആരോ വിളിച്ച് ഹാപ്പി ആയില്ല? എന്തോരം ചേച്ചിമാരുന്നു മത്തങ്ങല്ലെന്ന് പറഞ്ഞത്. ശരണ്യെ ബാക്കിൽ കൂടെ ഒളിച്ചൊക്കെ പോണ്. ഒരു 16 പേരെങ്കിലും ഇവിടെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇവള് പ്രഗ്നന്റ് ആണെന്ന്. കുഞ്ഞിക്കാൽ ചോദിക്കുന്നവരെടുത്ത് ഓ ഭയങ്കര ചൂടാട്ടാ. ഇറങ്ങട്ടെ. ടാറ്റ ബൈ ബൈ. എവിടാ? റോസ്ലി മഞ്ജു ചേച്ചി അന്വേഷിച്ച്. ആ ഓക്കെ ഓക്കെ ശരി ചേച്ചി. ടാറ്റ. സന്തോഷം കേട്ടോ എല്ലാവരും കണ്ടേലേ. ബൈ ബൈ. ഓ നമ്മളങ്ങനെ അവിടെ നിന്ന് എടുത്തിരിക്കുന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ആലപ്പുഴ. കണ്ണമ്പ്രം ഓട്ടിക്കായിരുന്നു കേട്ടാ. അപ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് നിന്നുപോയി. കണ്ണമ്പ്രം ഏതാ കരിമീനെ ഇടിച്ചെന്നാണ് തോന്നണത്. കരിമീനെ ഇടിച്ച് പഞ്ചറാക്കിയത്. ഗൈസ് ഇതിന് BP എടുക്കണം തോന്നുന്നു. മച്ചേ ഇത് നോക്കടി, BP മെഷീനൊക്കെ ഉണ്ട്. ബ്രോ നമ്മൾ എന്തിനാണ് ഇപ്പൊ ചെയ്യണത്? GTL എവിടെ കൊണ്ടുപോകണ സാധനം? കന്നാസ്. ആക്ച്വലി നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. സുസുക്കിയുടെ ഒരു മുതുക് എഞ്ചിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ അകത്തേക്ക് അളിയനിപ്പോ ഇത് പെട്രോൾ ആണോ? പെട്രോൾ തന്നെ അല്ലേ? സ്പീഡ്. എന്താ പക്ഷേ എന്താടാ കണ്ണമ്പ്രം ഇടിച്ചിട്ട് എന്റെ കുടുംബക്കാര് ചോദിക്കാൻ വന്നതാണ്. പെട്രോളിന്റെ മണം ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബറിൽ? ഇതിപ്പോ എനിക്ക് ഇവന്റെ ചന്തി മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. സൈഡിൽ കൂടെ എടുക്കാം. അമ്മു ആ പെട്രോളിൽ ഒഴിക്കണമെന്ന് എടുക്കൂടി. അമ്മുവിന്റെ ഫോട്ടോഗ്രാഫിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. 4 വിരല് മാത്രം കാണാനകത്ത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മള് കാണാറില്ലല്ലോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ പെട്രോളിന്റെ കളർ? കൂളിംഗ് ഗ്ലാസ് ഇപ്പൊ വെള്ളത്തിൽ പോകും മക്കളെ. പതുക്കെ കൈ കൊണ്ട് എടുത്തോ. ബാക്കില് ആ കിട്ടി. ഇല്ലെങ്കി ഇപ്പൊ വെള്ളത്തിൽ ചാടായിരുന്നു എനിക്ക്. താങ്ക് യു പറ. ആ ഓക്കെ. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നതായിരിക്കും ആലപ്പുഴയിലേക്ക്. ഓ കുറച്ച് കഴിയുമ്പോ വേണമെങ്കിൽ ഞാനും ഓടിക്കാം. കാർത്തിക് സ്രാങ്ക്. ഇതൊക്കെ ഇപ്പൊ കണ്ണസ്രാങ്ക് ഗൈസ്. തണ്ണീർമുക്കം ബണ്ടിലെത്തിയപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലോട്ട് എങ്ങനെ പോകുമെന്നുള്ളതിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. എടാ ഇത് തുറന്നു തരണോ അല്ലേ അവര്? ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡൈനോസറുകളെ കണ്ടു തുടങ്ങുമെന്ന്. ഇതാര് തുറന്നു തരുമല്ലേ നമുക്ക്?
ഒരു ചേട്ടനെ കൊണ്ടായി. കൺഫേം ചെയ്ത് ഈ വഴി തന്നെ പോണേ എന്നുള്ളത്. തുറന്നു പറഞ്ഞ തുറക്കാൻ പോകട്ടെ. ഭയങ്കര രസമല്ലേ? ഈ മാമനാണെന്ന് തോന്നുന്നു തുറന്നു പറഞ്ഞത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഈ കയറ് വെച്ചാണ് തുറക്കണേന്ന് തോന്നുന്നു. അല്ല ബക്കറ്റില് പൈസ ഇട്ട് കൊടുക്കും. ബക്കറ്റ് പൈസ ഇട്ട് കൊടുക്കണോ എന്താ? ചേട്ടാ ഇത് തുറക്കോ? അപ്പുറത്ത് ശാസ്ത്രീയമായ ഓരോ പരിപാടികളൊക്കെ അപ്പുറത്ത് അടച്ചിട്ട് ഇപ്പുറത്ത് തുറക്കും. എന്നിട്ട് ഇവിടെ അടച്ചിട്ട് അപ്പുറം തുറക്കും. നമ്മള് മറ്റേ പനാമ കനാലിലൊക്കെ കാണാണ് ഉള്ളൊരു പ്രതിഭാസമാണിത്. ഇത് തണ്ണീർമുക്ക ബണ്ട്. ബണ്ട് ഇപ്പൊ തുറക്കും ഗൈസ്. അത് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഗൈസ് ആണ് അവിടെ നിന്ന് കറക്കുമ്പം ഇത് തുറക്കും. അതാണ് ശാസ്ത്രീയമായ ഇതിന്റെ ഒരു വശം. ചേട്ടൻ കറക്കിക്കൊണ്ടിരിക്കുന്നു, ഇത് തുറന്നോണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2 to 3 ബിസിനസ് ഡേയ്സ് എടുക്കുമ്പോഴത്തേക്കും ഇത് തുറക്കുമായിരിക്കും. വണ്ണം നല്ല ആംബിയറിട്ട് കറക്കാനായിട്ടാ. ഇവിടെ മനുഷ്യരെ സമ്മതിക്കണം കേട്ടോ. ഇജാതി ടെക്നോളജി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തകർക്കുകയാണ്. ആ അത് തുറക്കും കണ്ടോ? തുറക്കും. അത്ര എളുപ്പമല്ലേ തുറക്കാൻ. അണ്ണം കുറെ നേരം എടുത്തിരിക്കാനാട്ടോ. ഈ തിരിക്കി ഈ സാധനം മേളിൽ കയറിയെന്ന് തോന്നുന്നു. ടെക്നോളജി പരമായി ഇത് ഇത്രയും നേരിട്ട് അനങ്ങിയിട്ടില്ല. ഓ അങ്ങനെയാ. വാതിൽ തുറക്കുകയാണ്. അതിനകത്ത് നിന്ന് 2 മുട്ടപ്പായൽ തെറിച്ചു വരുന്നു. ചാട്ടടാ. ഇവ ഇവിടെ സ്പൈഡർമാൻ അങ്ങനെ കള്ളി പിടിച്ചിരിക്കുകയാണ്. മാമ അതിൻ്റെ കൂടെ സാഹസികനാണ്. ഗൈസ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ അകത്ത് വെയിറ്റ് ചെയ്യും. പിന്നെ അപ്പുറത്തെ ഡോർ തുറക്കും. ഗൈസ് ദാണ്ട ഇപ്പം ഇവിടത്തെ ഇത് തുറന്ന് ഇനി നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പം ഇത് അടച്ചിട്ട് അപ്പുറത്തത് തുറക്കും. ശാസ്ത്രത്തിന്റെ താങ്ക് യു ചേട്ടാ. താങ്ക് യു. അയ്യോ ചേട്ടാ ലുങ്കിയാണ് എടുത്തേക്കും. താങ്ക് യു ചേട്ടാ. അവിടെ തുറക്കണം അല്ലേ? താങ്ക് യു, മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രാപ്ഡ്. അപ്പോഴത്തേക്കും അപ്പുറത്ത് തുറക്കും. സുഹൃത്തുക്കളെ അങ്ങനെ ഇവിടുത്തെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി. മനോഹരമായി ആ ചേട്ടൻ അവിടെ നിന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നു. ചുമതല തന്നെ കേട്ടോ ഇത്. സുഹൃത്തുക്കളെ നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ടീം ബണ്ട് പാസ്സായി ആലപ്പുഴയിലേക്ക് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുതിക്കാനില്ല, പക്ഷെ കുതിക്കും ഉടനെ. ഗൈസ് അവിടെ ബണ്ടിൽ നിന്ന് ഇറങ്ങി നമ്മളത് ഇവിടെ ചെറുതായിട്ടൊന്ന് വാഷ്റൂമിലൊക്കെ പോകാനൊന്ന് ഫ്രഷ് ആവാനും കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് സൈഡിലുള്ള ഏതോ ഗോപുരവാതിൽ. ഗൈസ് ശരണ്യയുടെ സാധനം എടുത്ത് ഞാൻ വർഷയ്ക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുത്ത്. കൊള്ളാവോ? അമ്മു എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈലിങ്? കണ്ട ഇന്നും നമ്മടത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണ് വെക്കും. ആ പണിയന്മാർ നിന്നെ കണ്ട് പെണ്ണേ നിൻ ചിരിയിൽ മയങ്ങി കൂടെ കൂടാം ഞാൻ എന്നോളം പറയാനും. അയ്യോ അയച്ചു കളഞ്ഞ ബാബാ കണിമലരെ ബാബാ കല്യാണി. ഗൈസ് മെയിൻ ആയിട്ടുള്ള ഫുഡല്ല, നമ്മള് ഓൺ ദ വേയിൽ ജസ്റ്റ് ഒന്ന് അതെ എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ട്. ഈ മണം അടിച്ചാണ് നമ്മളത് വാങ്ങിച്ചത് ആക്ച്വലി. അത് കൂന്തൽ. നമ്മള് വെള്ളം കുടിക്കാൻ കയറിയതാണെങ്കിലും നോക്കി അയല പൊരിച്ചതും കൂന്തലും കേട്ടോ. നല്ല മസാല. ഇടിലായല്ല. നമ്മള് മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കണം ഷാപ്പിൽ പോയിട്ടല്ലേ അല്ലേ? ഷാപ്പിലെ ഫുഡ് കഴിക്കാനാണ് കേസ് നമ്മൾ അങ്ങോട്ട് പോകാം. സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു കൊറുപ്പ് ഇത്രേ ഉള്ളൂ. സൂപ്പർ സാധനം കേട്ടോ. ഇവിടെ ഉണ്ടാക്കണതിന്റെ ടേസ്റ്റ് കാരണം നമ്മൾ ഒരു അയല പാഴ്സലും ഒരു കൊഞ്ച് പാഴ്സലും പറഞ്ഞു വിളിക്കുന്നുണ്ട്. ചേട്ടാ അടിപൊളി മസാല. ചേട്ടൻ്റെ പേരെന്താ? അയല ഫ്രൈ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, അന്യായ ടേസ്റ്റ് ആയിരുന്നു. എവിടെ ചേട്ടൻ്റെ വീട്? അടിപൊളി. ചേട്ടൻ ഷെഫാണ്. അടിപൊളി. അടുത്തതായി എന്റെ ഓട്ടിക്കലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അയ്യോ സുഹൃത്തുക്കളെ, ഇതാണ് നിങ്ങൾ ഡ്രൈവേഴ്സ് POV ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓ അത് ഞെക്കുമ്പോഴത്തേക്കും ഓപ്പൺ ആവും. അപ്പ് ഡൗൺ. ഇത് ഭയങ്കര സ്മൂത്ത് കേട്ടാ. ഇത് പറപ്പിച്ചിരിക്കും പാപ്പ. എടുക്കട്ടെ ഞാൻ. ഓ ഷെയ്ഡൊക്കെ ഉണ്ട് കേസ്. ആദ്യം ഷെയ്ഡ് എന്നിട്ട് പറപ്പിക്കല്. ആഹാ. ഓ ഇതിൽ പിടിച്ചാൽ നമ്മള് സ്പീഡ് കൂട്ടണം അല്ലേ?
ഓ ഹലോ പാസഞ്ചേഴ്സ്, എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്? രാജപുരം ഷോപ്പിലേക്ക് ഡ്രൈവർ സെയിലർ കാർത്തിക് സൂര്യ എടുക്കുകയാണ് സുഹൃത്തുക്കളെ വണ്ടി. പൊളിക്ക് സുഹൃത്തുക്കളെ, ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഓ സ്പീഡ് കൂടി. എന്താണ് ഒരു ജലദോഷം പോലെ? ഓ പെട്രോൾ അടിക്കാൻ പോയൊക്കെയാണ് നമ്മുടെ സന്തോഷ് സഹചാരി. എയർ പിടിച്ചല്ലേ? ഓ നീ എയർ പിടിച്ച് ഓടിക്കണോണ്ട് ആണല്ലേ? അല്ല നീ അവിടെ ഇരുന്ന് എയർ വിടണോണ്ടല്ല. നീ പറഞ്ഞ തമാശ പറഞ്ഞു. അല്ല ഞാൻ തിരിച്ചു പറഞ്ഞായിരുന്നു, നീ അവിടെ ഇരുന്ന് എയർ വിടണോണ്ടല്ലെന്ന്. ഇല്ല സുഹൃത്തുക്കളെ, അവൾ അറിയാതെയാണ് എയർ പോകുന്നത്. സുഹൃത്തുക്കളെ എയർ വിട്ടിട്ട് ഞാൻ ഒന്നും എടുക്കട്ടെ. വാ, പ്രീമിയം മെമ്പർഷിപ്പ് ഇൻ ലൈഫ്. ഞാൻ ഓടിക്കണം എന്താ സുഹൃത്തുക്കളെ, ഒറ്റയ്ക്ക് ഓടിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വിളക്കുകയാണ്. ഹായ്, കൊള്ളാം. നമ്മള് നല്ല തിരയുള്ള എവിടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല കീടിലെ തിര കേട്ടോ. ഇവിടെ ഓളം വെട്ടുകയാണ്, നല്ല ഓളം. ഓളത്തിന്റെ അന്നപ്പോ നനഞ്ഞ് സുഹൃത്തുക്കളെ, വി ആർ ഇൻ റിസ്കി വാട്ടേഴ്സ്. നമുക്ക് ഭയങ്കര രസം കേട്ടാ, ഇങ്ങനെയുള്ള വൈബ് യാത്രകള് വേറെ ലെവലാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായല്ലേടാ? നീ എത്ര നേരം എടുക്കൂടാ? ഓ ഇവിടെ ഒരു മാമ മാസായിട്ട് വെള്ളത്തിൽ നിന്ന്. ഓ എന്റെ മോനെ. അതെ മാമൻ ഓറയിട്ട് പോവേണ്. 2 പയ്യന്മാര് എത്ര ഓറയില്ലാതെ പോവാ. ഓ നോക്കി അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പറഞ്ഞാണ്ട് അന്ന് ഇത്ര ചെളി വെള്ളം വരണത്. അപ്പുറത്ത് പാടശേഖരമാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ വന്നുകൊണ്ടിരുന്ന ഷാപ്പ്. ഓ എത്ര നേരം ആയാലും നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2-3 മണിക്കൂറായില്ലേടാ? നീ ടാനായി കേട്ടോടാ. കാണാണ്ടത് ഞാനും ടാനായി സുഹൃത്തുക്കളെ. നമ്മൾ കരിഞ്ഞ്. ഇത് എന്താണ്ട ഷാപ്പിന്റെ പേരെന്താണ്ട? രാജപുരം ഷാപ്പിലേക്ക്. അങ്ങനെ ഞങ്ങൾ 2-3 മണിക്കൂർ ബോട്ട് ഓടിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. ഗുയ്സ്, നമ്മൾ ബോട്ട് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. കൊള്ളാം കേട്ടോ, വൈബ് സ്ഥലം. രാജപുരം ഫാമിലി റെസ്റ്റോറന്റ്. ആഹാ, വൈബ് സ്ഥലം അല്ലേടി സുഹൃത്തുക്കളെ. കായല്, ഫുഡ് പൊളിക്കും നമ്മളിന്ന് സുഹൃത്തുക്കളെ. ഒരു മീൽസ്, പോർക്ക്, കക്ക, പോത്തുവറ അല്ല അതല്ല, അത് പോത്തുവറ. ഇത് ചോറ് മാറ്റാനായിട്ടുള്ള ഇത് പാത്രം. സുഹൃത്തുക്കളെ, ഇതൊക്കെ കൂടി ഒരു 1.5 പിടി പിടിച്ചിട്ട് ഞങ്ങൾ വരാം. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഷാപ്പ് വിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഇന്ന് ഫ്രണ്ടിൽ കിളിയായി വർഷ ഇരിക്കുകയാണ്. വർഷ ഐസ്ക്രീം ചൂപ്പി അനന്തുവും ഐസ്ക്രീം ചൂപ്പാൻ പോകുന്ന ശരണ്യയും വേറെ 2 ആൾക്കാർ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ ഗോ ടു എറണാകുളം. ആൻഡ് ഇത് നമ്മുടെ സാരഥിയാണ്. നല്ല കുലുങ്ങളുണ്ടല്ലേ. ഇപ്പൊ ഹൈറ്റ് സൈഡാണ് ഇവിടെ. ഡ്രൈവർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറപ്പിച്ച് വിടുപാപ്പ അങ്ങോട്ട്. ബാക്കിലെല്ലാം റിലാക്സിംഗ് ആണ് സുഹൃത്തുക്കളെ. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. എനിക്ക് തോന്നുന്നു 1/2 അരമണിക്കൂറില്ല 20-30 മിനിറ്റോടെ കൊണ്ട് നമ്മള് കരയിലെത്തുന്നതായിരിക്കും. ഇങ്ങനെയുണ്ടോ ഓടിച്ചിട്ട്? സുഹൃത്തുക്കളെ, ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ശ്രീകുട്ട എന്താടിയോടാ? താങ്ക് യു സോ മച്ച് ഗൈസ്. യവന്റെ ഈ ബോട്ടിന്റെയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേക്കാം. അടിപൊളി ട്രിപ്പ് ആയിരുന്നടാ. താങ്ക് യു സോ മച്ച്. നല്ല രസമായിരുന്നു അല്ലേടാ? നിന്റെ കൂട്ടുകാരനാണല്ലേ?
അനിയൻ ചെറുക്കൻ നിന്റെ അതെ അനിയൻ ചെറുക്കൻ അനന്ത് വന്നേ പിന്നെ നിങ്ങളുടെ അനിയൻ ചെറുക്കൻ അപ്പൊ താങ്ക് യുടാ. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ ഗൈസ്. ഇവൻ നോർമലി ഇവിടെ മറൈൻ ഡ്രൈവ് ഭാഗത്തൊക്കെയാണ് കിടന്ന് ഓടുന്നത്. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇവൻ 2-3 മണിക്കൂർ എടുത്ത് ആലപ്പുഴ വരെ പോയത്. എന്നിട്ട് നമ്മൾ പുളിശ്ശേരിയൊക്കെ തിന്ന അവിടെ. നല്ല പുളിശ്ശേരിയായിരുന്നു. അപ്പൊ ശരിയടാ മുത്തേ, താങ്ക് യു, ബൈ ബൈ. പോയിട്ട് വരാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങാം. ടാറ്റ കളിയാ. എവിടെ എന്നെ കണ്ടം ബ്രോ? ആ ടാറ്റ, ബൈ ബൈ. ഓക്കെ, ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. നമ്മൾ കഫിക്കാനെ എത്തിയേക്കാണ്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഫൈനല് നടക്കുകയാണ്. അപ്പൊ അതാണ്ട് സനുബ്രോയ് സോനുബ്രോയ് ഇരുന്ന് കാണുകയാണ് ഗൈസ്. നമുക്ക് അവരങ്ങോട്ട് പോകും. വരൂ സുഹൃത്തുക്കളെ. 205-4 ആയപ്പോഴാണ് നമ്മൾ കളി കാണാത്തിയത് കേട്ടോ. ഭയങ്കര കൃത്യനിഷ്ഠയല്ലേ സനുബ്രോ? നമ്മൾ 3 വിക്കറ്റ് ഇപ്പൊ പോയുള്ളൂ. ഞാൻ കണ്ട് സുഹൃത്തുക്കളെ. കളി എങ്ങനെയുണ്ട്? 3 വിക്കറ്റ് പോയി, ഒരു ഗോൾഡൻ ഡക്കും പോയി. ആണോ? 206 അടിച്ച നമ്മള്. ഒന്നുമല്ല, 250 വേണം. അല്ല, 206 ആയി എന്ന് പറഞ്ഞതാണ് ഞാൻ. ഓ, സഞ്ജു പോയല്ലേ? സഞ്ജു എത്ര അടിച്ച്? 89. ഓ, സോളിഡ് സെഞ്ചുറി. ഞാൻ വിചാരിച്ച 300 അടിക്കുന്നു കേട്ടാ. ആണോ? നല്ല അടിയായിരുന്നു പറഞ്ഞു. അപ്പൊ തന്നെ പണി കിട്ടി തുടങ്ങി. ഞാൻ പറയാൻ പോയതാണ് അപ്പോഴേക്കും അവിടെ. 255 അടിച്ചിട്ടുണ്ട് നമ്മള് ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങി. കുഴപ്പമില്ല. ഇനി സനുബ്രോ, എന്താണ് സനുബ്രോയുടെ അഭിപ്രായം? ഞാൻ 290 പ്രതീക്ഷിച്ചത്. യോമാനെ പോലെ ഒരു ടീം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാറ്റ് ചെയ്യുന്ന ടീമാണ്. 7ാം നമ്പർ വരെ ബാറ്റ് ചെയ്യും ന്യൂസിലാൻഡ്. ബേസിക്കലി ഒരു 297 ഉണ്ടായിരുന്ന യോമാരെ പ്രഷറിലായനെ. അപ്പൊ വിക്കറ്റ് അടിച്ച് കളഞ്ഞാണ്, മനസ്സിലായില്ലേ? ഇതിപ്പം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255 ഇംഗ്ലണ്ട് വരെ ചേസ് ചെയ്ത് എത്തിയാണ്. അപ്പം യോമാർ ഓൾറെഡി 33 ബോളിൽ 100 അടിച്ചവനുള്ള ടീമാണോടാ. ഓ, അത് അവൻ ആ പ്രാന്തം നേരത്തെ ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി കൂടോത്രം ചെയ്യണം. അവനെ കൂടോത്രം ചെയ്ത് അതാണ് കോപം വേണം. അവൻ മറ്റേ നമ്മളെ സൈലന്റ് ആക്കിപ്പിക്കൂന്ന് പറഞ്ഞവനാണ്. 1.5 ബില്യൺ ഇന്ത്യക്കാരിന്ന് സൈലന്റ് ആവുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് നോക്കാം കേസ് ആരാണ് വയലന്റ് ആവണോ സൈലന്റ് ആവണോ. നമുക്ക് നോക്കാം കേസ്. എന്തിനാണെങ്കിലും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടാണ് കേസ്. ഇതാണ് സഞ്ജു പൊളി 89 കേട്ടാ. സോളിഡ് സ്റ്റാർട്ട്. ഇറങ്ങിയതില് ആദ്യത്തെ 3 പേരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദുബൈ നല്ല കളിച്ചു. കൊള്ളാം ഗൈസ്. ഗൈസ് സീക്രട്ട് ആയിരുന്നു. ഓക്കെ ഗൈസ്, കളി തുടങ്ങിയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് വരാം. തലയോ സുഹൃത്തുക്കളെ, ജയിച്ചു. ഫുൾ കളി കണ്ട് നമ്മൾ വന്നതിന് ശേഷമുള്ള കളി ഫുള്ള് കണ്ട് ഇന്ത്യ ജയിക്കുന്നത്. ഗൈസ്, അടുത്തതായി പടക്കം പൊട്ടിക്കൽ. ഇന്ത്യ ജയിച്ചോണ്ട് പടക്കം ബഷീറാണ് പൊളിക്കും ഗൈസ് നമ്മള്. ബ്രോ, ഒരു മാലപ്പടക്കവും ഒരു മറ്റേ ഗർഭം കലക്കും കൂടെ വേണോ? അല്ല, അമ്മിട്ട് ഗർഭം കലക്കാൻ വിട്ട്. ആഹാ, അത് ആ കവർ ഇരുന്നോട്ടെ. അത് ഇരുന്നാലും അല്ല, അവരിങ്ങോട്ട് നടുക്കോട്ട് കൊണ്ട് വെച്ചേ പൊട്ടിക്കുള്ളൂ. അല്ല, അങ്ങനെ തന്നെ എടുക്കാനുള്ള സാധനങ്ങളാണ്. കത്തിച്ചു വെച്ചോ, ഇവിടെ പിറകി നിക്കാം. കമോൺ, ഇന്ത്യ ജയിച്ചതിന്റെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ ലൈവായി കഫിക്കാനോടെ മുന്നിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശഭരിതമായ ഒരു മാച്ചിന് ശേഷം ആവേശഭരിതമായ ഒരു കമ്പക്കെട്ട് ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഇറങ്ങിയിട്ടു. കഫിക്കാനോ പൊട്ട് 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 പൊട്ടു പൊട്ടടാ. യു ക്യാൻ ഡു ഇറ്റ്. ഇത് പൊട്ട ഒരു മൂടും ഇല്ലാതെ പടക്കമാണ്. അതെ, ഇത് സനുബ്രോയുടെ പ്രാക്കാണെന്നും. സുഹൃത്തുക്കളെ, ഇന്ത്യ ജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. പമ്പിച്ച കമ്പക്കെട്ടോട് കൂടി നമ്മൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ ഒരു മത്സരത്തിലൂടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ഫൈനൽ വിജയിച്ചിരിക്കുന്നു. ഒമ്പോ ഒളിച്ച് തകർത്ത് മാറ് വാഴേ. ഓ, സനുബ്രോ എവിടെ? സനുബ്രോയെ കാണുന്നില്ലല്ലോ. അതാ സനുബ്രോ.
ഇന്ത്യൻ ടീമിനെ കരവി ജയിപ്പിച്ച നിൽക്കുന്നു. ഓ പൊളിച്ച് കേട്ടോ, അത് നല്ല രസമുണ്ട്. പൊളിച്ച് കേസ് പൊളിച്ച്. ഓമ്പോ ഓയോ സുഹൃത്തുക്കളെ, ഇന്ത്യ ജയിച്ചേ. ഇത് ഗർഭം കളിക്കല്ല, ഇത് മറ്റേ കുറ്റിപ്പടക്കം. കുറ്റിപ്പടക്കത്തിന്റെ ഒരു മാല പൊളിച്ച് കേസ്. പ്രൗഡ് ഓഫ് യു സഞ്ജു. അതെ, അഭിമാനകരമായ നിമിഷ സുഹൃത്തുക്കളെ. ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാന്ന് കൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണം. സനുബ്രോ ടാറ്റ. പ്രഡിക്ഷൻ രാജാവേ. അതെ, മാൻ ഓഫ് ദ മാച്ച് നീ പ്രഡിക്ട് ചെയ്തടാ. മാൻ ഓഫ് ദ മാച്ച് മാത്രം പാളിപ്പോയി. ടൂർണമെന്റ് വിജയിച്ചു. ശരി, അപ്പൊ ബൈ 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 ബൈ. പോയിട്ട് വരാം. നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. അത് ബോട്ട് റൈഡും അതും ഇതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മുടെ കേരളത്തില് നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരൻ സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അടിച്ചേക്കുകയാണ് ഗൈസ്. ഇന്ത്യൻ ടീമില്, ഇന്ത്യയുടെ പോപ്പുലേഷൻ വെച്ചിട്ട് ഇന്ത്യൻ ടീമിൽ കയറാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0001% ആണ്. അത്രയും മൈന്യൂട്ട് ചാൻസ് ഉള്ള ഒരിടത്ത് നിന്ന് നമ്മുടെ നാട്ടിലെ ഒരാൾ ഇന്ത്യൻ ടീമിൽ വന്ന് ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു അഭിമാനം ഉണ്ടല്ലോ. ഫീലിംഗ് സോ പ്രൗഡ്. അപ്പോ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന്റെ പേരിൽ അവസാനിപ്പിക്കുകയാണ്. നാളെ ഗൈസ് വീണ്ടും കാണാം. നാളെ നമുക്ക് ഷൂട്ട് തുടങ്ങാണ് വീണ്ടും. അപ്പോ സീ ഓൾ ടുമാറോ. ബൈ ബൈ. ടാറ്റ. ബൈ ബൈ. നാളെ കാണാം.